ദുവമോളുടെ പെൻസിൽ ബോക്സിലിരുന്ന് പെൻസിലും റബ്ബറും സംസാരിക്കാൻ തുടങ്ങി. പെൻസിൽ വളരെ സഹതാപത്തോടെ റബ്ബറിനെ നോക്കി പറഞ്ഞു, റബ്ബറെ, നീ ആകെ ശോഷിച്ചു പോയിരിക്കുന്നു. വർഷത്തിൻ്റെ തുടക്കത്തിൽ വെളുത്ത് തുടുത്തിരുന്നു. ഇപ്പോഴാകെ തേഞ്ഞ് നിറം മങ്ങിപ്പോയിരിക്കുന്നു. എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണെന്നുള്ള ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. റബ്ബർ പറഞ്ഞു, അത് സാരമില്ല. നമ്മൾ രണ്ടുപേരും എന്നും ഒന്നിച്ചുണ്ടായാൽ മതി. അത് മാത്രം മതി എനിക്ക്. പെൻസിൽ പറഞ്ഞു, എന്നാലും ഞാൻ കാരണമാണല്ലോ നീ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിന്നിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ എനിക്ക് മായ്ച്ചു കളയാൻ പറ്റുന്നുണ്ടല്ലോ. അതിലൂടെ നിനക്ക് കൂടുതൽ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ എഴുതാനും സാധിക്കുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. നിന്റെ അഭിവൃദ്ധി കണ്ട് എനിക്ക് വളരെയധികം ധന്യത തോന്നുന്നു. പെൻസിൽ റബ്ബറിനെ ചേർത്ത് പിടിച്ചു. നീ ഇല്ലെങ്കിൽ ഞാൻ എന്നും തെറ്റുകളിൽ മാത്രമായി പോയേനെ. എൻ്റെ തെറ്റുകൾ തിരുത്താൻ ആരും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ലോകം അറിയുമായിരുന്നു. നീ എൻ്റെ കൂടെ ഉള്ളത് എത്ര നല്ലതാണ്. കൂട്ടുകാരെ, ഇവിടെ റബ്ബറിനെ നമ്മുടെ മാതാപിതാക്കളോട് ഉപമിക്കാം. മക്കൾ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മറ്റുള്ളവരെ അറിയിക്കാതെ അവരുടെ അഭിവൃദ്ധി മാത്രം, അവരുടെ നന്മകൾ മാത്രം കാക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ജീവിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ഓർക്കുക. ഒരു പക്ഷേ അവർ സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നുണ്ടാവും. ഈ ഒരു തലമുറയിലെ മാതാപിതാക്കൾ പൊതുവെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവർ തയ്യാറാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക. അവരുള്ളിടത്തോളം കാലം നമ്മളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.